പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 15-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ഒരു റോസാപ്പൂവിൻ്റെ കഥ. കുട്ടികളുടെ ഇഷ്ടചങ്ങാതിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ഒരു പ്രത്യേകത നമ്മൾ കാണാറുണ്ട്. ജുബ്ബയിൽ ഒരു ചുവന്ന റോസാപ്പൂ. ഇതെങ്ങനെ വന്നുവെന്ന് കൂട്ടുകാർക്കറിയുമോ? സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി നെഹ്റു വാഴുന്ന കാലം. ഇന്ത്യ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം സ്വതന്ത്ര റിപ്പബ്ലിക്കായ കാലമാണ്. ആരാധകരും രാജ്യസ്നേഹികളും പല സമ്മാനങ്ങളും അക്കാലത്ത് ചാച്ചാജിക്ക് നൽകുക പതിവായിരുന്നു. ഒരിക്കൽ ഒരു ഗ്രാമീണ സ്ത്രീ ഒരു ചുവന്ന പനിനീർ പുഷ്പവുമായി ചാച്ചാജിയെ കാണാനെത്തി. പക്ഷേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവരെ ചാച്ചാജിയെ കാണാൻ അനുവദിച്ചില്ല. വിലപിടിച്ച സമ്മാനങ്ങളുമായി മാന്യമായി വസ്ത്രം ധരിച്ചു വരുന്നവരിൽ നിന്ന് വ്യത്യസ്തയായ ഈ ഗ്രാമീണയായ സ്ത്രീയുടെ വിശിഷ്ട സമ്മാനം കണ്ടപ്പോൾ കാവൽക്കാർക്ക് പുച്ഛവും പരിഹാസവുമാണുണ്ടായത്. അവരുടെ നിഷ്കളങ്ക മനസ്സിൽ ഇത് വല്ലാത്ത വേദനയാണുണ്ടാക്കിയത്. ദരിദ്രയായ അവർക്ക് കുടിലിനു മുന്നിൽ വിരിഞ്ഞ ആ പൂവല്ലാതെ മറ്റൊന്നും നൽകുവാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റിക്കാർ തടഞ്ഞെങ്കിലും അവർക്ക് വാശി വർദ്ധിച്ചു. എന്തു വന്നാലും തൻ്റെ സമ്മാനം ചാച്ചാജിക്ക് നൽകുമെന്ന് തന്നെ അവർ ഉറച്ചു. വിടർന്ന റോസാപ്പൂവുമായി പല ദിവസം അവർ ചാച്ചാജിയെ കാത്തുനിന്നു. സെക്യൂരിറ്റിക്കാരുടെ ഈ പെരുമാറ്റമൊന്നും ചാച്ചാജി അറിഞ്ഞിരുന്നില്ല. നാളുകൾ പലതും കഴിഞ്ഞു. സ്ത്രീ തൻ്റെ പതിവ് തെറ്റിച്ചില്ല. എന്നെങ്കിലും ഒരിക്കൽ ചാച്ചാജി തൻ്റെ സമ്മാനം സ്വീകരിക്കുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. ഒരിക്കൽ ചാച്ചാജി സെക്യൂരിറ്റിക്കാരുമായി തർക്കിക്കുന്ന സ്ത്രീയെ കാണുകയുണ്ടായി. അവരെ അകത്തേക്ക് കടത്തിവിടാൻ ചാച്ചാജി ആവശ്യപ്പെട്ടു. അകത്തെത്തിയ അവർ തൻ്റെ അനുഭവം അദ്ദേഹത്തെ അറിയിച്ചു. തന്നെ കാണാൻ അകലെ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത മമതയും ആദരവും തോന്നി. സമ്മാനത്തിൻ്റെ വിലയോ മേന്മയോ അല്ല, അതെന്തായാലും തരാനുള്ള സന്മനസ്സാണ് വേണ്ടതെന്നറിയാവുന്ന ചാച്ചാജി ആ റോസാപുഷ്പം തൻ്റെ കോട്ടിൻ്റെ ഒരു വശത്ത് കുത്തിവെച്ചു. അത് കണ്ടപ്പോൾ ആ സ്ത്രീക്ക് സന്തോഷമായി. വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ചാച്ചാജി ഇത്രയും കാലം അവർക്ക് സന്ദർശന അനുമതി നിഷേധിച്ച ഉദ്യോഗസ്ഥന്മാരെ ശാസിക്കുകയും ചെയ്തു. ഔദ്യോഗിക വസതിയിൽ നിന്ന് വൈകുന്നേരം മടങ്ങിയെത്തിയപ്പോഴും ചാച്ചാജിയുടെ കോട്ടിൽ ആ റോസാപ്പൂവുണ്ടായിരുന്നു. പിറ്റേന്നും ചാച്ചാജി ഒരു റോസാപ്പൂ ധരിച്ചുകൊണ്ടായിരുന്നു പോയത്. ഇതെല്ലാവരും ശ്രദ്ധിച്ചു. ചാച്ചാജിക്ക് പ്രിയപ്പെട്ട കാര്യമാണത് എന്ന് ധരിച്ച് ബന്ധപ്പെട്ടവരും മറ്റും എന്നും അദ്ദേഹത്തിന് പനിനീർ പൂ നൽകും. സന്തോഷത്തോടെ അദ്ദേഹം അത് വസ്ത്രത്തിൽ ചൂടുകയും ചെയ്യും. മരണം വരെ അദ്ദേഹം ഈ പതിവ് തെറ്റിച്ചിരുന്നില്ല. പൂക്കളെ സ്നേഹിക്കുന്ന ചാച്ചാജിയുടെ ഓർമ്മയ്ക്കായി ശിശുദിനത്തിൽ കുട്ടികൾ പരസ്പരം റോസാപ്പൂക്കൾ കൈമാറുന്നു. കുട്ടികളെ, ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.